ഇവിടെ ക്ലർക്ക് പ്രതീക്ഷ വന്നാൽ എനിക്കിപ്പം പ്രതീക്ഷിക്കാതെ തന്നെ PO കിട്ടി. അത് ഇപ്പം ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പിന്നെ ഇൻ്റർവ്യൂ പേടി അതെല്ലാം ഇതോടെയാണ് മാറിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്. ഹായ് ഓൾ, എൻ്റെ പേര് സൂരജ്. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരത്ത് നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ 2021 പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം ഞാൻ ഒരു വർഷത്തോളം പഠിച്ച മേഖലയിൽ തന്നെ സൈറ്റ് എഞ്ചിനീയറായിട്ട് 2 കമ്പനിയിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വർക്കിൽ ഞാൻ കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബാങ്കിങ്ങിലോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അന്ന് പക്ഷേ പഠിച്ചത് സിവിൽ ആയതുകൊണ്ടും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിച്ച മേഖലയിലോട്ട് തന്നെ തിരിയണമെന്നുള്ള ഇത് പറഞ്ഞത് കൊണ്ടും ഒക്കെ പിന്നെ വേറൊരു ഫീൽഡിലോട്ട് മാറിയാൽ തന്നെ കരിയർ ഗ്യാപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ ഞാൻ ആ ഫീൽഡിലോട്ട് തന്നെ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് തീരുമാനിച്ച് അങ്ങനെ പോയതായിരുന്നു ആദ്യമേ. പിന്നെ വർക്ക് ചെയ്തു തുടങ്ങി. അതിനുശേഷം വർക്ക് അത്ര എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വർക്ക് ഞാൻ റിസൈൻ ചെയ്തു. പിന്നാണ് ബാങ്കിങ്ങിലോട്ട് വരണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ ഞാൻ വരുന്നത്. ഇങ്ങോട്ട് ICDയിലോട്ടാണ് വരുന്നത്. ICD പറ്റി അറിയുന്നത് ബാങ്കിങ്ങിൽ ആദ്യമേ തന്നെ നോക്കിയപ്പം ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ബെസ്റ്റ് കോച്ചിങ് എവിടെ കിട്ടുന്നതെന്നുള്ളത്. ഞാനിപ്പം കൊല്ലം ആയതുകൊണ്ടും കൊല്ലത്ത് തന്നെ കുറേ പേര് നേരിട്ടും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ICD എന്നുള്ള പേരായിരുന്നു. അങ്ങനെയാണ് ഗൂഗിളിൻ്റെ റിവ്യൂസും എല്ലാം നോക്കിയപ്പോഴും ആ സമയത്ത് യൂട്യൂബിൽ ഇതേ കണക്ക് ആ സമയത്ത് കിട്ടിപ്പോയ 2-3 പേരുടെ റിവ്യൂസ് ഞാൻ ആ സമയത്ത് കാണുകയും ചെയ്തത്. അതായത് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ബാങ്കിങ്ങിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ ടൈമിൽ ആരുടെയാണ് ഓർമ്മയില്ല, ഇത് കണക്ക് ആ ടൈമിൽ കിട്ടിപ്പോയ 2 പേരുടെ റിവ്യൂ കണ്ട് എനിക്ക് അന്നേരം തന്നെ അതും ഭാഗ്യവശാൽ അത് സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെ ആയിരുന്നത്. എന്നിട്ട് എനിക്ക് ഇതിലോട്ട് ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. അന്നേരം അത് കേട്ടപ്പോൾ എനിക്കും കിട്ടും എന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്ക് അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്നേരം തന്നെ അതിലെ കോൺടാക്റ്റ് നോക്കി ഇവിടെ വിളിച്ച് ആ മാസത്തെ അഡ്മിഷൻ എടുത്ത് അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനൊരു ഉറച്ച തീരുമാനത്തോടെ തന്നെയാണ് ഇവിടെ വന്നത്. അതായത് ഇവിടെ തരുന്നത് 6 മാസം കോഴ്സ് എന്ന് പറഞ്ഞാണ് എടുക്കുന്നതെങ്കിലും നമുക്കിവിടെ ജോലി കിട്ടിപ്പോകുന്നവരെ ഇവിടെ പഠിക്കാനുള്ള ഇത് ഉണ്ടെന്നുള്ളത് അറിയാമായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഞാൻ 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടിപ്പോവും, അത് അങ്ങനെ വാങ്ങിച്ച് പോകുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞാൻ വന്നത്. എത്ര നാളായാലും ഒരു ജോലി കിട്ടിയിട്ടേ ഇവിടുത്തെ പോകുന്നുള്ളൂ എന്നുള്ള ഒരു ഉറച്ച ഇതിൽ തന്നെ വീട്ടിലും അങ്ങനെ പറഞ്ഞ്, വീട്ടിലും സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞപ്പോഴും നിൻ്റെ ഇഷ്ടത്തിന് പോലെ നിനക്ക് എന്താണെന്ന് തോന്നുന്നത് അത് കണക്ക് ചെയ്യാൻ പറഞ്ഞങ്ങനെ നല്ല സപ്പോർട്ട് വീട്ടിൽ നിന്നും കൂടെ കിട്ടിയത് കൊണ്ട് ആണ് ഞാൻ ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് ഇവിടുത്തെ ബേസിക്സ് എല്ലാം തന്നെ കവർ ചെയ്ത് തരും. ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. ക്വാണ്ടിനാണെങ്കിലും രമേശ് സാറ്, ഷമീം സാറ്, അനുശ്രീ മിസ് 3 പേരുടെയും നല്ല ക്ലാസ്സായിരുന്നു. ബേസിക് എല്ലാം ഞാൻ +2 വരെയുള്ള നോളജ് ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ആണ് ഓരോ ടോപ്പിക്കും പഠിച്ച് കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ക്ലാസ്സിന് കറക്റ്റ് വരുമായിരുന്നു. പിന്നെ റീസണിങ് എല്ലാം പുതിയ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതായിരുന്നു. റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോ ടോപ്പിക്ക് വൈസ് ഇവിടെ നല്ല കറക്റ്റായിട്ട് തന്നെ എടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് ഡെയിലി ഇവിടുത്തെ ആപ്പുണ്ട്, ആപ്പിനകത്ത് ഡെയിലി മോക്ക് ടെസ്റ്റ് ഇടുമായിരുന്നു. ഞാൻ ഇവിടെ അന്ന് മുതൽ തന്നെ ഇപ്പം 3 മാസം ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഒന്നാണ് വരുന്നത്. വന്ന് 2 ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് ഡെയിലി മോക്ക് നമുക്ക് ആപ്പിനകത്ത് കിട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഡെയിലി അത് മുടങ്ങാതെ എൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട് ആദ്യമൊന്നും അറിയത്തില്ലായിരിക്കും. ആദ്യമൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. 100-ലൊക്കെ ഒരു 20, 15 ആ ഒരു റേഞ്ചിലൊക്കെ ആദ്യമേ കിട്ടത്തുള്ളായിരുന്നു. എന്നുവെച്ചാൽ പഠിച്ച് വരുന്നേ ഉള്ളൂ. പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ എല്ലാം പഠിച്ചിട്ട് മോക്ക് ചെയ്ത് തുടങ്ങാമെന്ന് പറയുമ്പോൾ അത്രയും ടൈം അങ്ങ് പോവുകയാണ്. അതിൻ്റെ ഒരിതിൽ ഇവിടെ ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് മോക്ക് ഡെയിലി കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു ഞാൻ. അത് അന്ന് മുതൽ ഈ ജോലി കിട്ടുന്നത് വരെയും മോക്ക് ഡെയിലി ഒരു മോക്ക് മിനിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പം പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സെക്ഷണൽ മോക്കയിലും എടുത്ത് ജോലി കിട്ടുന്നത് ടൈം വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുമ്പം ഞാൻ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു.
അതായത് എനിക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് തോന്നുന്നത് ആ ടൈമിൽ ഇരുന്ന് നല്ല രീതിയിലിരുന്ന് പഠിക്കും. അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഇവിടെ ആദ്യത്തെ 6 മാസം ഞാൻ ക്ലാസ് കറക്റ്റ് ബേസിക് സെറ്റാക്കി എടുത്ത് അതിന് ശേഷമാണ് പിന്നെ ഇത് കണക്ക് മോക്ക് ടെസ്റ്റ് ഡെയിലി കറക്റ്റ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ അനാലിസിസും ചെയ്ത് അങ്ങനെയാണ് ഞാൻ പ്രിലിംസ് പാസ്സാവാനായിട്ടുള്ള ആ ഒരു സ്പീഡും ആക്യുറസിയൊക്കെ നേടിയെടുത്തത് ആ ഒരു ഇതിലൂടെയാണ്. അങ്ങനെ വന്നതിൻ്റെ അന്ന് മുതൽ എല്ലാ വരുന്ന എക്സാംസ് എല്ലാം അപ്ലൈ ചെയ്യുമായിരുന്നു, പോയി എഴുതുമായിരുന്നു. ഏകദേശം ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാ പ്രിലിംസും കിട്ടി തുടങ്ങിയായിരുന്നു. ഈ കഴിഞ്ഞ SBAയിൽ ക്ലർക്ക് ഞാൻ അത്യാവശ്യം നല്ലപോലെ മെയിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതെനിക്കൊരു 4 മാർക്കിനത് മിസ്സായി. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹവും അതായിരുന്നു, ആ ക്ലർക്കായിട്ട് കയറി പതുക്കെ പഠിച്ച് ബാങ്കിങ്ങിലെ കാര്യങ്ങളെല്ലാം പതുക്കെ പഠിച്ച് മുകളിലോട്ട് ഉള്ള പോസ്റ്റിലോട്ട് പോകണമെന്നുള്ള ഇതായിരുന്നു ആഗ്രഹം. അങ്ങനെ അത് 4.5 മാർക്കിന് മിസ്സായി. അന്നേരത്തേന് കുറേ ഏകദേശം 2 വർഷത്തോളം ആയിരുന്നു അന്നേരം തന്നെ ഏകദേശം മൈൻഡൊക്കെ ഒരുമാതിരി ഡൗൺ ആയിരുന്നു. എന്നുവെച്ചാൽ ഇത്രയും വർഷമായി നാട്ടുകാരിൽ നിന്നുള്ള പ്രഷർ, നാട്ടുകാരെല്ലാവരും ഇതുവരെ ജോലി ആയില്ലയോ, എന്തുവാ ഇപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ കുറേ നാളുണ്ടായല്ലോ ജോലി, കോച്ചിങ്ങിന് പോയി തുടങ്ങിയിട്ട്, അങ്ങനെ കുറേ എല്ലാവരും അച്ഛനോടായാലും അമ്മയോടായാലും ഒക്കെ ചോദിക്കുമ്പം അച്ഛനും അമ്മയും പക്ഷേ എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടേ ഉള്ളൂ. നീ എല്ലാ എക്സാം എഴുതണം. ഇപ്പം ഞാൻ ഏതെങ്കിലും എക്സാം വരുമ്പോൾ വേക്കൻസി കുറവാണെങ്കിൽ ഞാൻ പറയും അത് കൊടുക്കണം, അത് ഇപ്പം ഇത്രയും പൈസ ഫീസ് ഇത്രയാവും, വേക്കൻസിയും കുറവാണ്, അത് ചെയ്യണം. പക്ഷെ അച്ഛനാണെങ്കിൽ എപ്പോഴും ഇപ്പം വേക്കൻസി കുറവാണെങ്കിലും പോയി എഴുത്, എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല എന്നുള്ള രീതിയിൽ അച്ഛനെപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ അങ്ങനെ എല്ലാ പ്രിലിംസും കിട്ടി. അങ്ങനെ എല്ലാത്തിൻ്റെയും മെയിൻസും പോയി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യവശാൽ ഈ പ്രാവശ്യത്തെ IBPS POയുടെ മെയിൻസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ആണ് ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യമേയൊക്കെ ഞാൻ ബാങ്കിൽ വരുമ്പം ഈ പറഞ്ഞ കണക്ക് ക്ലർക്കാകുമ്പം ഇൻ്റർവ്യൂ ഇല്ല, ആ ഒരു ഇതും കൂടെ കൊണ്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യമേ തൊട്ടേ പണ്ട് പോലെ പേടിയുള്ളൊരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഉള്ള ജോലി എന്ന് പറയുമ്പം എന്തോ എനിക്ക് അതിനോട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ എഴുതാനാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ലർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ക്ലർക്ക് എങ്ങനെയും കിട്ടണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ മെയിൻസ് കിട്ടിയപ്പം 2 വർഷമായി, ഇപ്പം 2.5 വർഷമായി കഴിഞ്ഞു. ഓൾമോസ്റ്റ് 2.5 വർഷമായി. ഇപ്പോൾ IBPS POയുടെ മെയിൻസ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ എന്തോ എനിക്ക് പക്ഷേ പോയി അറ്റൻഡ് ചെയ്യാൻ ആദ്യമായിട്ട് കിട്ടിയതല്ലയോ, അങ്ങനെ പോയി അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ കൂളായിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു. കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടില്ല അവിടെ. ചോദിച്ചതിന് അവർ ചോദിക്കുന്നതിന് എന്നെക്കൊണ്ട് പറ്റുന്ന എനിക്കറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൂളായിട്ട്. പിന്നെ ഞാൻ ടെൻഷനൊന്നും മുഖത്ത് കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പം നമ്മൾ ചോദ്യത്തിന് ഉത്തരങ്ങളല്ല അവർ പ്രതീക്ഷിക്കുന്നതെന്നോ, നമ്മൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണെന്നോ, അല്ലെങ്കിൽ എത്ര ധൈര്യത്തോടെ നമ്മളവിടെ ഇരിക്കുന്നു, ഓരോ ചോദ്യം വരുമ്പോൾ നമ്മളെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യമാണെന്നുള്ളതൊക്കെ ഈ യൂട്യൂബിൽ ഓരോ വീഡിയോസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി ഇപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെ കൂളായിട്ടാണ് പോയി അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂവിന് നല്ലപോലെ പറയാത്തപ്പോഴും പിന്നെ ഈ മെയിൻസിൻ്റെ മാർക്കും ഈ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ ചേർത്തിട്ടാണല്ലോ നമുക്ക് ഫൈനൽ വരുന്നത്. അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം POയുടെ മെയിൻസ് ആണെങ്കിലും ഞാൻ കിട്ടണമെന്നുള്ള രീതിയിലല്ല, കൂൾ മൈൻഡിൽ പോയി എങ്ങനെ ആ ഒരു ഇതിൽ വരട്ടെന്നുള്ള രീതിയിൽ പോയി എഴുതുന്ന എക്സാമാണ് POയുടെ അല്ല. അങ്ങനെ പോയി എഴുതുന്നത്. ക്ലർക്കാണെങ്കിൽ ഞാൻ മെയിൻസിനാകുമ്പം കുറച്ചുകൂടെ ടെൻഷനാകും. എന്നുവെച്ചാൽ ഇത്രയും വർഷമായതുകൊണ്ട് അത് പ്രാവശ്യത്തെ കിട്ടണമെന്നുള്ള ആ ഒരു ഇത് ടെൻഷൻ കൊണ്ടുപോകുമ്പോഴും ആ ഒരു ഇത് ഫ്ലോ വരത്തില്ല എനിക്ക്. PO അങ്ങനെ ഇല്ലായിരുന്നു. PO കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി പഠിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് POയുടെ. അങ്ങനെ പോയി ഇപ്പം ഭാഗ്യവശാൽ ദൈവത്തിൻ്റെയും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥനയായാലും പിന്നെ എനിക്ക് വേണ്ടി
എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച കുറേ ബന്ധുക്കൾ തന്നെ ഉണ്ട്. നാട്ടുകാരാണെങ്കിലും കുറച്ച് പേര് ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച കുറേ പേരുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ഈ പ്രാവശ്യത്തെ IBPS POയുടെ PO ആയിട്ട് എനിക്ക് കയറാൻ സാധിച്ചു. ഇന്ത്യൻ ബാങ്കിലാണ് കിട്ടിയേക്കുന്നത്. ഇനി ഈ ബാങ്കിങ് മേഖലയിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി വാങ്ങിപ്പാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരാതെ, നമ്മളിപ്പം എത്ര നാളായാലും, ഇപ്പം 1 വർഷമാകും, ചിലപ്പോൾ 2 വർഷമായിരുന്നിരിക്കാം, ചിലപ്പോൾ 2-ൽ കൂടുതൽ പോയെന്നിരിക്കാം, എത്ര ആയാലും നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ നേടിയെടുത്തിട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേരുക, നല്ലപോലെ ബേസിക്സ് പഠിച്ചെടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള നമ്മുടെ 100% എഫേർട്ട് ഇടുക. പിന്നെ ആ രീതിയിൽ അങ്ങ് പോവുക മുന്നോട്ട്. നമ്മൾ മാക്സിമം 100% എഫേർട്ട് ഇട്ട് നമ്മുടെ ഇതിൽ പോവുക. പുറകിൽ നിന്ന് കേൾക്കുന്ന നെഗറ്റീവ്സും അതെല്ലാം മാറ്റി അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ കഴിവ് ഇപ്പം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ 100% വിശ്വസിച്ച് കിട്ടും എന്ന ആ വിശ്വാസത്തിൽ തന്നെ ലാസ്റ്റ് വരെ പോവുക. ഒരു ദിവസം അത് കിട്ടും. ഇപ്പം എനിക്കിപ്പം ഇവിടെ ക്ലർക്ക് പ്രതീക്ഷ വന്നാൽ എനിക്കിപ്പം പ്രതീക്ഷിക്കാതെ തന്നെ PO കിട്ടി. അത് ഇപ്പം ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പഠിച്ച സമയം ഞാൻ കറക്റ്റ് നല്ല രീതിയിൽ പഠിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂ പേടി അതെല്ലാം ഇതോടെയാണ് മാറിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നത്. അത് പേടിച്ചിരുന്നായിരുന്നെങ്കിൽ മേ ബി ചിലപ്പം കിട്ടത്തില്ലായിരിക്കും. ഞാൻ അതൊരു കൂൾ മൈൻഡിൽ പോയി അറ്റൻഡ് ചെയ്തുകൊണ്ടും കൂടെയൊക്കെ ആയിരിക്കും ഇപ്പം എനിക്കിപ്പം ഈ ഒരു PO പോസ്റ്റിലേക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത്. എനിക്കറിയാം ഇപ്പം ഒരു ഉത്തരവാദിത്തം കൂടിയ ജോലിയാണ്. അതിൻ്റെ മാക്സിമം ഞാൻ ഇനി നോക്കും. ഇത്രേ എനിക്ക് എല്ലാവരോടും പറയുള്ളൂ. കോൺഫിഡൻറ്റോടെ വരിക, നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങിപ്പോവുക. ഓക്കെ, താങ്ക് യു.